നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, അവന്റെ ബോധമില്ലാത്ത മനസ്സ് നിന്നെയാ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അയ്യോ ജീവ, ജീവ, ഞാൻ ഇതിനകത്ത് കിടന്ന് ചാവില്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ പുറത്തു വരും. ഇവിടെ മാത്രമല്ല, എല്ലാത്തിനെയും കൊല്ലും. നിങ്ങളെല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഞാൻ തന്നെ അവസാനിപ്പിക്കൂടി. നിന്നെ ഞാൻ കൊല്ലും. കൊല്ലുവടി, കൊല്ലും. അവളെ ഞാൻ കൊല്ലും. എന്നെ വിട്, എന്നെ വിട്. കൊല്ലും, അവളെ ഞാൻ കൊല്ലും. നല്ലവരാക്കാമായിരുന്നില്ല അവന്. അങ്ങനെയാണെങ്കിൽ അവനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വരുമായിരുന്നു. എന്നാ മാഡം ഇത്? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ തന്നെ എല്ലാം ശരിയാകും. അപ്പൊ നാമെ കൊഞ്ചം സഹിച്ചേ പറ്റും. ഞാൻ ഇന്നേവരെ എന്റെ മോനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, കരയിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ടും എന്റെ മോൻ ജീവൻ. ദൈവത്തിനെ വിളിക്കമ്മേ, അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. ശിവേട്ടാ, ഒന്ന് എണീറ്റി, എണീക്ക്. എന്താ നിത്യ മുറിയിൽ കാണുന്നില്ല. എന്താ നീ പറയണേ? അവൾ എവിടെ പോവാനാ? നിത്യേ, നിത്യമോളെ, എടാ നിത്യയെ കാണാനില്ലെന്ന്. നീ ഒന്ന് വന്നേ. മോളെ, നിത്യമോളെ. നിത്യമോളെ, എന്റെ ഈശ്വര. മോളെ നിത്യ, മോളെ നിത്യമോളെ, മോളെ. മോളെ നിത്യ, നിത്യേച്ചി. എന്താടാ? എവിടെയും കാണുന്നില്ല. വാ നമുക്ക് നോക്കാം. കണ്ടു ഏട്ടാ? ഇല്ലെന്നേ. ഉറങ്ങിയോ ഇല്ലെന്ന് നോക്കാന്ന് കരുതിയിട്ടാ ഞാൻ മുറിയിൽ ചെന്നത്. അപ്പോഴാ. അച്ഛാ, നിത്യേച്ചി എവിടെ പോയതായിരിക്കും? എവിടെ പോയെന്ന് ആർക്കറിയാം. നീ ആ ഫോൺ എടുത്തോണ്ട് വന്നേ. സുജാതി ഒന്ന് വിളിച്ചു നോക്കാം. അവൾ അങ്ങോട്ടല്ലാതെ വേറെ അങ്ങോട്ട് പോവില്ല. അച്ഛാ, ചേച്ചി അബദ്ധം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. നീ ഒന്നും മിണ്ടായിരുന്നേ. അബദ്ധം കാണിക്കും പോലും. അച്ഛാ, നമുക്ക് അവിടെ വരെ പോയി നോക്കിയാലോ? ആദ്യം നീ നിത്യ ഒന്ന് വിളിച്ചു നോക്ക്. അച്ഛാ, എടുക്കുന്നില്ലല്ലോ. നീ ആ സുജാത ഒന്ന് വിളിച്ചേ.
അച്ഛാ കിട്ടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്ക്. നോക്കാം. ദൈവമേ, ഏട്ടൻ അവളെ നമ്മളെ ഏൽപ്പിച്ചാ പോയത്. ഈശ്വരാ. ശ്രുതി വാ, ശ്രുതിയും കൂടി വിളിച്ചോ. ശരി ചാ. അമ്മേ, ഏട്ടനെ അവിടെ വിട്ടിട്ട് പോരണ്ടായിരുന്നു അമ്മേ. വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നു അമ്മേ. എന്നിട്ട് നിങ്ങൾ ആരെയാ ഞാൻ കുരുതി കൊടുക്കേണ്ടത്? പറ മോളെ. അവന്റെ ബോധമില്ലാത്ത മനസ്സ് നിന്നെയാ തേടിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ എത്താൻ പറ്റാത്ത ദൂരത്തേക്ക് നീ പോയേ പറ്റൂ. അമ്മയെ വിട്ട് ഞാൻ പോവാനോ? ആരും ആരെയും വിട്ട് പോകുന്നില്ല. നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ. എവിടെ? തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി. ജീവൻ എന്തെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളിൽ പിന്നെ ആരൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പോണം മക്കളെ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ശരവണ, എന്നമ്മ? കൈ കിട്ടുന്നത് എന്തൊക്കെയാന്ന് വെച്ചാ വാരി എടുത്തോ. ജ്യോതി ചെല്ലു മോളെ. ശരിമ്മ. അമ്മേ, ചെല്ല്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ഇപ്പൊ അവിടൊക്കെ പെടുന്നത്. അമ്മയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ. മോള് വാ. കാണിക്കുന്നേ. അതെ, ഇനി മറ്റു മാർഗമില്ല. ഷോക്ക് കൊടുത്തേക്കൂ. ഓക്കെ, എല്ലാവരും പോയിക്കോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.